ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാനൊരു കേരള കസവ് സാരിയിൽ ഒരു കച്ച് വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. സോ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ ചെന്ന് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാൻ ഈ സാരിയുടെ ബോർഡറിലായിട്ട് ഈ ഒരു ഗോൾഡൻ ബോർഡർ, ഒരു 5 ഇഞ്ച് ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ആ ബോർഡറിൽ ഒരു മോട്ടിഫായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം മിറേഴ്സൊക്കെ എവിടെയൊക്കെയാണോ ഞാൻ മിറേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ മിറർ ഒന്ന് ഫിക്സ് ചെയ്ത്, മിറർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നീട് അതിന് ചുറ്റും ഇതേപോലെ മിറേഴ്സ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോട്ടിഫിൻ്റെ ചെറിയൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ചല്ല, നല്ല രീതിയിലൊന്ന് സ്പീഡാക്കിയിട്ടാണോ കാണിക്കുന്നത്. ഈ മിറർ ഫിക്സ് ചെയ്യുന്ന രീതിയെല്ലാം ഞാൻ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതിന് ചുറ്റും നോക്കുക, ഒരു ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അതും ത്രെഡ് കൂടുതൽ കാണുന്ന രീതിയിലാണ് റണ്ണിങ് സ്റ്റിച്ച്. കാരണം താഴെ കാണുന്ന ഭാഗം വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഒരു ഡബിൾ ലെയർ, ഒരു 2 ലെയറോളം ഞാൻ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുകളിൽ ചെയ്തിരിക്കുന്നത് ചെറിയൊരു മിററാണ്. നടുക്ക് ചെയ്തതിനെക്കാട്ടി സൈസ് ചെറുതായിട്ടുള്ളൊരു മിററാണ് കേട്ടോ നടുക്ക് ചെയ്യുന്നത്, ബോർഡറിൽ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഇടയ്ക്കൊരു മാംഗോ മോട്ടീഫ് മാതിരി ഒരു മോട്ടീഫ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് വെച്ച് തന്നെയാണ് ആ മോട്ടീഫും ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ ഈ കച്ച് വർക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ട്രഡീഷണൽ, നമ്മുടെ ഇന്ത്യയുടെ ഒരു ട്രഡീഷണൽ എംബ്രോയ്ഡറി ആണ്. അത് കേരള സാരിയിൽ വന്നു കഴിയുമ്പോൾ അതൊരു വേറൊരു ലുക്ക് തന്നെയായിരിക്കും. അപ്പോൾ നോക്കുക, ഇതേമാതിരി മുകളിലായിട്ട് ഞാനൊരു ചെറിയൊരു വി ഷേപ്പിൽ ഒരു ഡിസൈനും കൂടി അതിന് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു ചെറിയ മിറർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ബോർഡറിലേക്ക് അടുപ്പിച്ച് തന്നെ ചെയ്യുക. കാരണം നമുക്ക് ആ മിറർ കാണണമല്ലോ. ഇതിങ്ങനെ ബോർഡർ ചെയ്തിട്ട് മിറർ കാണാണ്ട് വരരുത്. അപ്പോൾ ഒന്നും കൂടി ആ മിറർ വിസിബിൾ ആവാൻ വേണ്ടി ഇതിങ്ങനെ സൈഡിലേക്ക് വലിച്ച് ഇതേപോലെയും കൂടി ചെയ്യുന്നുണ്ട്. പഴയ വീഡിയോസ് നോക്കുകയാണെങ്കിൽ മിറർ ചെയ്യുന്നത് കുറച്ചും കൂടി സ്ലോ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നീട് കച്ച് വർക്കാണ്. ഇതും ഈ ഒരു സ്ക്വയർ കച്ച് വർക്ക് നമ്മൾ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പക്ഷേ വീണ്ടും നോക്കുക, ഇതാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ആ ഒരു മോട്ടിഫിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ബോർഡറിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ പല്ലുവാണ്, മുന്താണി ഭാഗമാണ്. അതിൻ്റെ ഒരു കോർണറിൽ ഏകദേശം ഒരു 12 ഇഞ്ച് 13 ഇഞ്ച് വരുന്ന രീതിയിൽ, അത്രയും ഒരു രീതിയിൽ ഞാൻ ആ ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഗ്രാൻഡ് ആയിരിക്കും. വൺ സൈഡ് സാരി ഉടുക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ ഒരു പ്ലീറ്റഡ് ഉടുക്കുന്നവരൊന്ന് വിടർത്തി പിടിക്കുകയാണെങ്കിലൊക്കെ നല്ല ലുക്ക് ഉണ്ടാവും ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതിപ്പം നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഇതിൻ്റെ ടൈപ്പ് തന്നെയാണ്. കുറച്ച് വലിയ മാംഗോ മോട്ടീഫ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. അത് ഡബിൾ ലെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് വലുതായതുകൊണ്ട് റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ഒരു ഡബിൾ ലെയർ കൊടുത്തിട്ടുണ്ട്. ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ആങ്കർ ത്രെഡാണ് കേട്ടോ. ആങ്കർ ത്രെഡ് ഈ ഒരു പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വരുന്നതാണ് കൊടുത്തിരിക്കുന്നത്. സ്കീൻ ടൈപ്പ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അകത്ത് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് അത് ബാക്കി ഏരിയ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേമാതിരി സ്ലാൻഡ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുക. നിങ്ങളതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒന്ന് നോക്കുക. സ്ലാൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫിനിഷിംഗ് എനിക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം മിറേഴ്സ് ഫിക്സ് ചെയ്യുന്നു. മിററൊക്കെ ഞാൻ എപ്പോഴും ഫിക്സ് ചെയ്യുന്ന രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വേറെ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കാണിക്കുകയാണ്. ഇനി ഓരോ ബോർഡേഴ്സ് ഇതിനകത്ത് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് അതും 2 ലെയർ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കുക, 2 ലെയർ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ആ ഓരോ ലൈൻസും ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കച്ച് വർക്ക് ഞാനൊന്ന് സ്പീഡിൽ കാണിച്ചു തരാം. കച്ച് വർക്കിൻ്റെത് ഫസ്റ്റ് ഈ ഒരു ബോർഡർ ഞാൻ ഈ ചെയ്യുന്ന പാറ്റേണിൽ തന്നെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോർഡർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ, കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ് ഞാൻ എന്താണ് ഈ ചെയ്യുന്നതെന്നുള്ളത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഉള്ളിലോട്ട് കയറ്റിയെടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് നോക്കുക, ഇതേപോലെ ത്രെഡ് ഇതേപോലെ എടുത്ത് ബാക്കി ചെയ്താൽ മതി. ഞാൻ ഈ ഒരു ഫ്രെയിമിലിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ബൈൻഡർ ക്ലിപ്പിനകത്ത് ഉടക്കിയിട്ട് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് വരുന്ന അതാണ് ഈ ഗ്യാപ്പ് ഇടയ്ക്ക് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, ഇടയ്ക്കൊന്ന് ത്രെഡ് അതിൽ വന്ന് കൊള്ളുന്നത് കൊണ്ടാണ്.
ഇത്രയും വലിയ ഡിസൈനല്ലേ, അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുമ്പോഴുള്ളൊരു ചെറിയ ഡിഫറൻസ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ ബൗണ്ടറി, കച്ച് വർക്കിന് ഒരു ബൗണ്ടറി ഇട്ട് കൊടുത്തിട്ടാണല്ലോ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് പോകുന്നത്. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ അങ്ങ് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക. അത് ചെയ്ത് കിട്ടിയാൽ പിന്നീട് സെക്കൻഡ് സ്റ്റെപ്പ്, എല്ലാവരും വിചാരിക്കുക സെക്കൻഡ് സ്റ്റെപ്പാണ് ഡിഫിക്കൽട്ട് എന്നാണ്. പക്ഷേ സെക്കൻഡ് സ്റ്റെപ്പ് ആക്ച്വലി ഡിഫിക്കൽട്ടൊന്നുമില്ല. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ത്രെഡ് കയറ്റാൻ പോകുമ്പോൾ നമ്മൾ എടുക്കാൻ പോണ ത്രെഡ്, നമ്മൾ ചെയ്യാൻ പോണ ത്രെഡ് ഏതെങ്കിലും ഒരു ത്രെഡിൻ്റെ മുകൾ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടിയാണ് ത്രെഡ് പോകേണ്ടത്. അല്ല നമ്മൾ ക്രോസ് ചെയ്ത് പോകാൻ പോണ ത്രെഡ് ഏതെങ്കിലും ത്രെഡിൻ്റെ താഴെ ഭാഗത്ത് പോയിരിക്കുന്ന ത്രെഡിൽ കൂടിയാണെങ്കിൽ അത് താഴെ കൂടി പോവുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നീടുള്ളത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വട്ടം ചുറ്റിയാണ് ഇത് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ച് ഒരു കച്ച് വർക്ക് ട്രൈ ചെയ്ത് കുറച്ചൊന്ന് ഡൗട്ട് വന്ന് നിൽക്കുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. തുടക്കക്കാർക്കല്ല കേട്ടോ ഞാനീ പറയുന്നത്. തുടക്കക്കാർ ആദ്യം തന്നെ എൻ്റെ കച്ച് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക ആദ്യം. അതിനുശേഷം നിങ്ങൾ കുറച്ചൊന്ന് യൂസ്ഡ് ആയവർക്ക് ഞാൻ ഈ പറഞ്ഞതും കൂടി ഒന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞത് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ രസമായിട്ട് ചെയ്യാവുന്നൊരു വർക്കാണ് കേട്ടോ ഈ കച്ച് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് തുടങ്ങി, കണ്ട ഇത് ഒരു താഴെ കൂടി നിൽക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ ചുറ്റി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുറ്റുന്നു, മുകളിൽ കൂടി എടുക്കുന്നു, വീണ്ടും താഴെ കൂടി എടുത്തൊന്ന് ചുറ്റുന്നു, അതിൻ്റെ ആ ഗ്യാപ്പ് അതിൻ്റെ ഇടയ്ക്ക് കൂടി കയറ്റി ഒന്ന് വട്ടം കറക്കി, അതിന് ചുറ്റും ഒന്ന് വട്ടം കറക്കി. അപ്പോൾ നോക്കുക, ഇത് താഴെക്കൂടിയാണ്, താഴെക്കൂടി മറ്റേ നേരെ മുമ്പിൽ നിൽക്കുന്നതും താഴെക്കൂടി നിൽക്കുന്ന ത്രെഡാണ്. സോ അതിൻ്റെ രണ്ടിൻ്റെ അടിയിൽ കൂടി തന്നെ എടുത്തു. ഇനി തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിനിങ്ങനെ ചുറ്റുമ്പോൾ വീണ്ടും നമുക്ക് താഴെക്കൂടി നിൽക്കുന്ന രണ്ട് ത്രെഡിൻ്റെയും താഴെക്കൂടിയും ആദ്യം അതിനെ ഫേസ് ചെയ്യുന്ന മുകളിൽ കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി പോയാൽ മതി. അങ്ങനെ അങ്ങോട്ട് ഇതിനിങ്ങനെ ചുറ്റുകയാണ്. ആ ഒരു താഴത്തെ ഭാഗം മൊത്തം ചുറ്റിത്തീരും. ചുറ്റി തീർന്നു കഴിയുമ്പോഴാണ് നമ്മളിനി മുകളിലേക്ക് ചുറ്റിപ്പോവുക. നോക്കുക, ഇതേപോലെ അങ്ങോട്ട് ഈ ഒരു പ്രോസസ്സ് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ഒന്ന് പോസ് ചെയ്യുക. അത് നിങ്ങളൊന്ന് കൂടെ നോക്കി ട്രൈ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് അത് ചെയ്ത് പഠിച്ചതാണ്. തുടക്കമൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇതൊന്നും ഓർഡർ ആവുന്നില്ല, ഇത് പ്രോപ്പർ ആവുന്നില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു കറക്റ്റ് കണ്ടീഷൻസും ഫസ്റ്റ് സ്റ്റെപ്പ് ശരിയാവാനുള്ള മെത്തേഡ്സും ഒക്കെ ഞാൻ എൻ്റെ പഴയ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കച്ച് വർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ നോക്കുക, താഴത്തെ ഭാഗം തീർന്നിട്ടുണ്ട്. ഇനി മുകളിലോട്ട് പോകുമ്പോൾ മുകളിലത്തേക്ക് ചുറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചുറ്റുന്നു. ഇപ്പോൾ ഇത് ചുറ്റി വരുമ്പോഴേക്കും അടുത്ത സെറ്റ് ഇങ്ങനെ എടുത്തു, രണ്ടും താഴെ കൂടി എടുത്തു. അപ്പോൾ 90 ഡിഗ്രി തിരിയുമ്പോൾ മുകളിലേക്കാണ് പോകുന്നത്. അതിന് ആ ഒരു കോർണർ അങ്ങ് ചുറ്റി. അപ്പോൾ അടുത്ത നേരെ വരുമ്പോഴേക്കും അടുത്തൊരു കോർണർ വന്നു, അതിനെ ചുറ്റി. അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ചെക്കിൻ്റെ അടുത്തൊരു കോർണർ, അതിനെ അങ്ങ് ചുറ്റുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നേരെ ഫേസിൽ ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും താഴത്ത് കിടക്കുന്ന ത്രെഡാണെങ്കിൽ അതിൻ്റെയും താഴെ കൂടി പോവുക, മുകളിൽ കിടക്കുന്ന ത്രെഡാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി പോവുക. അങ്ങനെ എന്നിട്ട് ചുറ്റി അങ്ങോട്ട് ചെയ്ത് പോവുകയാണ്. നേരെ മുന്നിൽ കാണുന്ന കോർണർ ഏതാണോ അതിനെ അങ്ങ് ഒന്ന് ചുറ്റും. നേരെ ചെയ്യുന്നു, തിരിഞ്ഞപ്പോൾ ഒരു കോർണർ വന്നു, അതിനെ അങ്ങ് ചുറ്റിയെടുത്തു. അതിന് ഒരു രണ്ട് ത്രെഡുകൾക്ക് അടിയിൽ കൂടി പോകുമ്പോൾ തന്നെ നമ്മളൊന്ന് തിരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ അതേപോലെ നോക്കുക. ഞാൻ അങ്ങനെ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ ബോർഡറിനകത്തൊക്കെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു ഗോൾഡനിൽ നിൽക്കുന്നതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്കത് വിസിബിൾ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ നല്ലൊരു ഡിസൈനാണ്, നല്ല രസമായിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു. സോ ഈ ഒരു ഒറ്റ കളർ ത്രെഡാണ്, ഞാൻ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുന്താണിയുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. മിറേഴ്സൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഗ്രാൻഡായിരിക്കും. നമുക്കൊരു ഫങ്ഷൻസിനൊക്കെ ആയിട്ടാണെങ്കിലും നന്നായിട്ട് നല്ല ലുക്ക് തന്നെ ഉണ്ടാവും. ഇതിൻ്റെ മറ്റൊരു കോർണറിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷനും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു കോർണറിൽ ഒരു 13 ഇഞ്ച് 12 ഇഞ്ച് 13 ഇഞ്ച് ചെയ്ത മാതിരി ഇവിടെ നോക്കുക, ഇതേപോലെ ഒരു 8 ഇഞ്ചൊക്കെ വരുന്ന രീതിയിൽ ഈ ഒരു ഡിസൈനും
ഇങ്ങനെയും കൂടി ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ആ ഒരു വലിയ മോട്ടിഫിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു മോട്ടിഫും കൂടി ബോർഡറിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.